ഇന്ന് സോയിർനാഥ് മഹാരാജ് എഴുതിയ രാമായണ രാഗമാലികയാണ് പാടാൻ ശ്രമിക്കുന്നത്. അത് 6 കാണ്ഡങ്ങളിലായിട്ട് 6 രാഗങ്ങളിലായിട്ടാണ് ശ്രീ സോയിർനാഥ് മഹാരാജ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രൂപകതാളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ രാഗം സാവേരി, രണ്ടാമത്തേത് നാട്ടക്കുറിച്ചി, മൂന്നാമത്തേത് ധന്യാസി, നാലാമത്തേത് മോഹനം, അഞ്ചാമത്തേത് പൂർവി കല്യാണി, ആറാമത്തേത് മധ്യമാവതി. ഈ രാഗങ്ങളിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം രാമായണ മാസമല്ലേ, അപ്പോൾ നമുക്ക് രാമായണം ഫുൾ വായിക്കാൻ പറ്റാത്തവർക്കും രാമായണം ഫുൾ കേൾക്കാൻ പറ്റാത്തവർക്കും ഈ ഒരൊറ്റ രാഗമാലിക കൊണ്ട് തന്നെ അതിലെല്ലാ അർത്ഥങ്ങളും കാര്യങ്ങളും അതിൻ്റെ സാരാംശങ്ങളൊക്കെ അതിനകത്ത് കൊണ്ട് ഓരോരോ കാണ്ഡങ്ങളിലേക്കും അതിനെ എല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ശ്രീ പത്മനാഭന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയതാണ് സോയിർനാഥ് മഹാരാജ് ചിട്ടപ്പെടുത്തിയ ഇതാണ് നമ്മൾ രാഗമാലികയായിട്ട് പാടുന്നത്. അതുകൊണ്ട് നമുക്കത് ഒന്ന് ശ്രമിച്ച് നോക്കാം. എല്ലാവരും സഹകരിക്കണം. ഒന്നുകൂടി എല്ലാവരും നമസ്കാരം. ഭാവയാമി രഘുരാമം ഭവ്യ സുഗുണരാമം, ഭാവയാമി രഘുരാമം ഭവ്യ സുഗുണരാമം, ഭാവയാമി രഘുരാമോ ഭവ്യ സുഗുണരാമം, ഭാവയാമി രഘുരാമോ ഭവ്യ സുഗുണരാമം, ഭാവയാമി രഘുരാമം. ഭാവുക വിതരണ പാര, ഭാവുക വിതരണ പാര, ഭാവുക വിതരണ പാര, പാംഗനീല ലസിതം, ഭാവുക വിതരണ പാര, പാംഗനീല ലസിതം, സരി ഗ സരി മാ പദ പദ രി സ നി ധ നി ധ പ മ ഗ രി സ ധ, സരി ഗ സരി മാ പദ പദ നി സ നി ധ നി ധ പ മ ഗ രി സ ധ, സരി മാ ഗ രി മ പദ പം പദ സ നി ധ നി ധ പ മ പദ ഗ രി സ ധ രി സ ധ സ ധ ഗ രി നി ധ മ ഗ രി സ ധ, ഭാവയാമി രഘുരാമോ.